मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। भाई 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 വലിയ പ്രശ്നമായി ഭായി. താൻ എന്തോടോ എപ്പോ നോക്കിയാലും പ്രശ്നമായിട്ട് വന്നോണ്ടിരിക്കുന്നത്? എന്റെ ഭായി, ഞാൻ കടലിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയായിരുന്നേ, കുറവുമാര് വന്ന് നശിപ്പിച്ചു. നിന്നോടാരാ കടലിൽ റെസ്റ്റോറന്റ് ഇടാൻ പറഞ്ഞേ? കടപ്പുറത്തിട്ടാ പോരായിരുന്നോ? ഭായ്, ഞാൻ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തില. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നോട് പറഞ്ഞേക്ക്. എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? നീ കടലിൽ നടുക്ക് റെസ്റ്റോറന്റ് ഇട്ടതിന് പകരം കടപ്പുറത്ത് റെസ്റ്റോറന്റ് ഇട്ടിരുന്നെങ്കിൽ നിനക്ക് വേറെ പ്രശ്നമൊന്നും വരില്ലായിരുന്നല്ലോ. എടാ, ഞാൻ റെസ്റ്റോറന്റ് എവിടെ വേണമെങ്കിലും ഇവിടെ, നീ ആരെ ചോദിക്കാൻ? ദേഷ്യം പിടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞോ. ഇതിൽ പറയാൻ എന്താ ഉള്ളത്? ഇവൻ കടലിലിട്ട റെസ്റ്റോറന്റ് ചിലർ നശിപ്പിച്ചു. കടപ്പുറത്തായിരുന്നെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇവനെ ഞാൻ ഒന്ന് മതിയാക്കടാ. ഇത്രയും ശ്രമിച്ചിരുന്നെങ്കിൽ നിനക്ക് റെസ്റ്റോറന്റ് മര്യാദയ്ക്ക് നടത്താമായിരുന്നു. സംശയമുണ്ടോ? ഞാൻ ശ്രമിച്ചതാ, പക്ഷെ ആ ചേട്ടന്മാര് വന്ന് കട പൂട്ടിച്ചു പോയി. നിന്റെ ഏത് വകയിലെ ചേട്ടനാ വന്നത്? വകയിലെ ചേട്ടന്മാരല്ല, ഗുണ്ടകളെയാണ് ചേട്ടന്മാരെന്ന് പറഞ്ഞത്. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നടന്ന സംഭവം എന്താണെന്ന് തെളിച്ച് പറ. ചേട്ടനൊരു കാര്യം അറിയോ? ഞാൻ കടലിൽ ഒരു റെസ്റ്റോറന്റ് തുറന്നായിരുന്നേ. എടാ, അവൻ കടലെന്ന് പറഞ്ഞത് കടപ്പുറമാണ്. കടപ്പുറത്ത് തന്നെയാണ് അവൻ കട വെച്ചത്. ആ പറഞ്ഞേ ശരിയാ. എന്റെ റെസ്റ്റോറന്റ് അടിപൊളിയായിട്ട് പോവായിരുന്നേ. കുറച്ച് ദിവസം മുമ്പ് അവിടെ രണ്ട് ചേട്ടന്മാര് വന്നിട്ടേ എന്റെ റെസ്റ്റോറന്റ് പൂട്ടിച്ചു പോയി. അതെങ്ങനെ? അവരവിടെ വന്നപ്പോ നല്ല പാർട്ടി നടക്കായിരുന്നു. എടാ ജിങ്കിയ, എടാ നമ്മുടെ ഏരിയയിൽ നല്ലൊരു റെസ്റ്റോറന്റ് തുറന്നിരിക്കുകയാണല്ലോടാ. വേഗം വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. വെൽക്കം ചേട്ടന്മാരെ, വെൽക്കം. എടാ, നിന്റെ റെസ്റ്റോറന്റിൽ എന്താടാ അടിപൊളിയായിട്ട് ഉള്ളതാ? എല്ലാം അടിപൊളിയാ, എല്ലാം ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാ. എങ്കിൽ പോയി എല്ലാത്തിനും ഓരോ പ്ലേറ്റ് എടുത്തോണ്ട് വാടാ. കൊള്ളാം, എന്തായാലും വയറ് നിറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടല്ലോ, അതായത് ബാൻ. വാടാ. എന്റെ ചേട്ടന്മാരെ, നിങ്ങൾ എന്റെ റെസ്റ്റോറന്റ് പൂട്ടിക്കാൻ നോക്ക. ഇവൻ വല്ലാതെ ദേഷ്യപ്പെടുകയാണല്ലോടാ. വിട്ടേക്കടാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിക്കടാ, ഇവനോട് കാശ് വാങ്ങാനുണ്ടല്ലോ. നിങ്ങൾ എന്ത് വരുത്താനാടാ പറയുന്നേ? നിങ്ങളല്ലേടാ കഴിച്ചത്, അപ്പൊ നിങ്ങളല്ലേടാ കാശ് തരേണ്ടത്. എടാ, ഇത് ഞങ്ങളുടെ ഏരിയ, മനസ്സിലായോ നിനക്ക്? ഞങ്ങളുടെ ഏരിയയിൽ വന്ന് റെസ്റ്റോറന്റ് തുടങ്ങിയ നീ ഞങ്ങൾക്കല്ലേടാ കാശ് തരാനുള്ളത്. ഞാനെന്താ വട്ടനാന്ന് കരുതിയോ? ഞാൻ നിങ്ങൾക്ക് കാശ് തരുന്നേ. ഇപ്പൊ മനസ്സിലാക്കി തരാം. അതെ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? I am banned. എടാ, നിങ്ങൾ എന്നെ പല ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഈ ഏരിയക്കകത്ത് കച്ചവടം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് കാശ് തന്നേ മതിയാകൂ. മനസ്സിലായോ? നോക്കുകൂലി, നോക്കുകൂലി. തരാം ചേട്ടാ, തീർച്ചയായിട്ടും തരാം. ഞങ്ങൾ ഇനി ഇവിടെ വന്ന് കഴിക്കുന്നതിനും കുടിക്കുന്നതിനും കാശ് ചോദിക്കരുത്, മനസ്സിലായല്ലോ? ചോദിക്കില്ല, ചോദിക്കേയില്ല. എങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഒരു ബിരിയാണി ചൂടോടെ പാർസലാക്കി എടുത്തോണ്ട് വാ.
ഞങ്ങളടുത്ത് പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കട നിർത്താൻ പറ്റില്ല, മനസ്സിലായോ? കണ്ടോ ബായ് അവന്മാർ എന്താ ചെയ്തു വെച്ചാന്ന്? ഏയ് കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. നീ പറയുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നേ. ഞാൻ പോവാ. ആ ചേട്ടന്മാരെ എന്നെ കൊണ്ട് മാന ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഹണിയെ എന്നെ കൊണ്ട് മാന ചെയ്യാൻ പറ്റില്ല ബായി. വെറുതെ ടെൻഷൻ അടിക്കരുത് കേട്ടോ. പിന്നെ എങ്ങനെ ടെൻഷൻ ആകാതിരിക്കും? ഈ ഹണി വല്ലാത്ത ഡേഞ്ചർ ആണേ. എടാ ഹണിയെ കുറിച്ചല്ല, ആ ഗുണ്ടകളെ കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. സംശയമുണ്ടോ? എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? അവര് ദിവസം അവിടെ വന്ന് കസ്റ്റമേഴ്സിനെ ശല്യപ്പെടുത്തുകയാണ്. യുവമാർ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാന്യന്മാർ എങ്ങനെ അവിടെ വന്ന് കഴിക്കും? ഇനി വരും, കാരണം നിന്റെ റെസ്റ്റോറന്റിലേക്ക് ഞങ്ങൾ വരാൻ പോവാ. അതിനുശേഷം അവന്മാർ അങ്ങോട്ട് വരികയേ ഇല്ല. എന്റെ ഭായ്, ഞാൻ പറയേണ്ട ഡയലോഗായിരുന്നു, പക്ഷെ താൻ പറഞ്ഞിരിക്കുക. എന്നാലും കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ടടാ കിറ്റ് കിറ്റ്, ഇന്ന് നിന്റെ റെസ്റ്റോറന്റിലേക്ക് ഞങ്ങൾ വന്നിരിക്കും. സംശയമുണ്ടോ? എന്റെ ഭായ്, നിങ്ങൾ ഇവിടെ കിടന്ന് വിളയാന്ന് കേട്ടല്ലോ. ബായ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് ആണ്. നീയല്ലേ പറഞ്ഞത് രണ്ടുപേര് പ്രശ്നമുണ്ടാക്കുന്നുവെന്ന്? ബായ് ഇത് അവരല്ല. നീയല്ലേ പറഞ്ഞത് ചേട്ടന്മാരാന്ന്? ഇവന്മാരെ കണ്ട ഗുണ്ടകളെ പോലെ ഉണ്ട്. എന്റെ ബായ് ഇന്നിവിടെ ഒരു തീം പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതാ ഒരു ഗുണ്ടകളുടെ വേഷത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുന്നത്? അവരെങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവന്മാര് വന്ന ഉടനെ ഞാൻ പറയാം. പാർട്ടി എൻജോയ് ചെയ്യ്. കൗണ്ടറിൽ നിന്ന് ഡ്രസ് മേടിച്ചോ, എന്നിട്ട് ഗുണ്ടയായി മാറ്. മ്യൂസിക് തുടങ്ങിക്കോ. ഇനി അടുത്ത സോങ് നിങ്ങൾക്ക് ഏവർക്കുമായി. അടിപൊളി. ആ പറയലേ. എടാ ഇത് നമ്മളുടെ സോങ് ആണ്, വാ ഡാൻസ് കളിക്കാം. ആദ്യമായിട്ട് സോങ് വീണ്ടും ഇടാ. ഞങ്ങൾ നിന്നോട് പറയുന്നത് വരെ ഈ പാട്ട് മാറ്റരുത്. ബായ് ബായ് അവരാണിവർ. ചേട്ടാ ഒന്ന് സൈഡിലേക്ക് വന്നേ. ഞങ്ങളെ കുറിച്ച് അറിയില്ലടാ. യവന്മാര് രണ്ടുപേരെയും കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് തല്ലാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ. ബായ് കാണാൻ ലുക്കില്ലെങ്കിൽ അവന്മാര് ഭയങ്കര ഗുണ്ടകളാ. പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങൾ വളരെ ഡേഞ്ചറാണ്. തോത്താറാമേ, ഞാൻ കുക്കറിനെ പോലെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ വിസിലടിക്കും. സംശയമുണ്ടോ? നീ അടിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അവനാണല്ലോ അടിക്കുന്നത്. ഞങ്ങളെ അടിക്കുമെന്നോ? ഡാ അടിക്കടാ. എന്താടാ ഇത്? നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? എങ്ങനെ കണ്ണു കാണാനാ? എല്ലാരും ഗുണ്ടകളെ പോലെ തന്നെയല്ലേ ഉള്ളത്. സോറി അണ്ണാ.
മതിയാക്ക്. നിങ്ങൾ വാ, ഞങ്ങൾ ഏതായാലും ഒരു അടി കൂടാനുള്ള മൂടില്ല. ഞങ്ങൾ അടികൂടാനല്ല, മാപ്പ് പറയാൻ വന്നതാ. ഇവന്മാര് കാട്ടുന്ന ഗുണ്ടായിസം കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ ഗ്രാമത്തിനും വല്ലാത്ത ചീത്തപ്പേരാണ്. ഇന്ന് ഞങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ കഴിയുമ്പോ ഇവരുടെ ഗുണ്ടായിസം അവസാനിച്ചോളും. നോക്ക്, നിങ്ങൾ റെസ്റ്റോറന്റ് നടത്തിക്കോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാ മതി. നിങ്ങൾ ആരാണ്? ഈ സാറിന്റെ റെസ്റ്റോറന്റില് മത്സ്യം കൊടുക്കുന്നത് ഞങ്ങളാണ്. ഇദ്ദേഹത്തിന് കച്ചവടം നടന്നാലേ ഞങ്ങൾക്കും കച്ചവടം നടക്കൂ. ശരിയെന്നാ. ആഹാ, താൻ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ വിടാനാ പറഞ്ഞത്. താങ്ക് യു കൂട്ടുകാരെ, നിങ്ങൾ കാരണം എന്തായാലും എന്റെ ടെൻഷൻ തീർന്നു. വെറും താങ്ക്സ് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞുവിടാൻ നോക്കണ്ട. എന്തായാലും പാർട്ടി നടത്തിയതിന് ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. DJ ചേട്ടാ, മ്യൂസിക്.